എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം? സ്ലൊവേനിയൻ ഫിലോസഫറായ സ്ലാവോ സിസേക്ക് തൻ്റെ പല കൃതികളിലും ആവർത്തിച്ച് പറയുന്നൊരു തമാശയുണ്ട്. അതായത്, ഈസ്റ്റ് ജർമ്മനിയിൽ നിന്നും സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെടുന്ന ഒരാൾ. അയാൾക്കറിയാം ഇനി എന്ത് ആ നാട്ടിൽ നിന്ന് എഴുതിയാലും അതൊക്കെ സെൻസർ ചെയ്യപ്പെടുമെന്ന്, ആ കത്തുകളൊക്കെ. അപ്പം അദ്ദേഹം പോകുന്നതിന് മുമ്പ് തൻ്റെ കൂട്ടുകാരോട് ഒരു കാര്യം പറഞ്ഞു ചട്ടം കെട്ടി. അതായത്, താൻ എന്തെഴുതിയാൽ, താൻ എഴുതുന്ന കത്തുകൾ അത് നീലമഷിയിലാണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചുള്ളൂ, ഞാൻ എഴുതുന്നതൊക്കെ വാസ്തവമാണ്. പക്ഷേ ഞാൻ ചുവന്ന മഷി ഉപയോഗിച്ചാണ് എഴുതുന്നതെങ്കിൽ ഞാൻ എഴുതുന്നതൊക്കെ കളവാണ്. അങ്ങനെ മാത്രമേ സെൻസർമാരുടെ കണ്ണ് വെട്ടിച്ച് വസ്തുതകൾ തൻ്റെ കൂട്ടുകാരെ അറിയിക്കാൻ സാധിക്കൂ. അദ്ദേഹത്തിനറിയാം. ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞാണ് ഈ സൈബീരിയയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യ കത്ത് വരുന്നത്. വരുമ്പോൾ കത്ത് നീലമഷിയിലാണ്. അതായത് എഴുതുന്നതൊക്കെ സത്യമാണെന്ന് സാരം. അപ്പം അദ്ദേഹം എന്താ കത്തിലെ ഉള്ളടക്കം? സൈബീരിയയിലെ ജീവിതം അടിപൊളിയാണെന്നും സ്റ്റോറുകളിലേക്ക് ആവശ്യത്തിന് ഭക്ഷണമുണ്ടെന്നും അതുപോലെ ഈ എൻ്റർടൈൻമെൻറ്റിനൊക്കെ തിയേറ്ററിൽ പോയി പാശ്ചാത്യ സിനിമകൾ കാണാൻ സാധിക്കുമെന്നും താമസിക്കുന്ന സ്ഥലമൊക്കെ വിസ്താരമുള്ളതും അതുപോലെ ആഡംബരമുള്ളതും ഒക്കെ അങ്ങനെയൊക്കെയുള്ള കത്തായിരുന്നു. ആ വിവരമൊക്കെ അറിയിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു. അതും നീലമഷിയിൽ. അദ്ദേഹം കത്ത് തുടരുന്നു. ഇവിടെ എല്ലാ സാധനങ്ങളും ലഭിക്കും, ചുവന്ന മഷിയൊഴിച്ച്. നോക്ക്, ആ കത്തിലെ അവസാന വരിയിൽ അതുവരെ എഴുതിയിരിക്കുന്നതെല്ലാം റദ്ദ് ചെയ്യപ്പെടുകയാണ്. ചുവന്ന മഷി അവിടെ ലഭ്യമല്ല. ഈസ്റ്റ് ജർമ്മനിയിലുള്ളതുപോലെ പരിതാപകരമായിരുന്നു ശ്രീലങ്കയിലെയും അവസ്ഥ. നമുക്കറിയാം, ഈ സിംഹള അതുപോലെ തമിഴ് ആ ഒരു LTT ഏറ്റുമുട്ടൽ, ആ കാലം. വിദേശത്ത് നിന്ന് തമിഴ് അഭയാർത്ഥികൾ അവരെന്ത് നാട്ടിലേക്ക് എഴുതിയാലും ഈ സെൻസർമാരുടെ കണ്ണുവെട്ടിച്ച് അവർക്കൊന്നും പറയാനാവില്ല. ഇതാണ് ആ ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ, മറ്റു രാജ്യങ്ങളിൽ പോകേണ്ടി വന്ന ആ ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ ഏറ്റവും വലിയ അവസ്ഥ. അതാണ് നമ്മുടെ കവി പിരീനി സുന്ദർലിംഗം ഈ കവിതയിലൂടെ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നത്. പിരീനി സുന്ദർലിംഗം is a rare combination, a published poet and a cognitive scientist. Born in Sri Lanka to a Tamil family, she was raised between Sri Lanka and the UK during the years of escalating ethnic conflict. Her poem, Letters from Exile, shows us that under surveillance, language becomes a minefield. Every word carries risk. Every sentence is a negotiation between truth and safety. Kavita. These are the letters I leave behind me, dull lines written for the censor's eye. There are no stories here, only headlines. Statements of fact, shielding the truth. അന്യദേശത്ത് നിന്ന് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നാട്ടിലേക്ക് കത്തയക്കുമ്പോൾ ആ കത്ത് നമ്മുടെ വേണ്ടപ്പെട്ടവർ വായിക്കുന്നതിന് മുൻപ് നമ്മുടെ രണ്ടുപേരുടെയും ജീവൻ എടുക്കാൻ അധികാരമുള്ള ചിലരാണ് വായിക്കുന്നതെന്ന് നമ്മൾ അറിയുമ്പോൾ പിന്നെ എന്തെഴുതാനാണ്? വല്ലാത്ത ഭയാനകരമായ അവസ്ഥയാണ്, അല്ലേ? ദി poem begins with resignation. These are the letters I leave behind me, dull lines for the censor's eye. വളരെ വിരസമായ വസ്തുതകൾ മാത്രമേ പിന്നീട് നമുക്ക് എഴുതാൻ സാധിക്കൂ. കാര്യം അതിലെന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും കഥകളോ അനുഭവങ്ങളോ എന്തെഴുതി കഴിഞ്ഞാലും they can be misinterpreted. അപ്പം കഥകളൊന്നുമില്ല, അനുഭവങ്ങളൊന്നുമില്ല, വെറും തലക്കെട്ടുകൾ മാത്രം. ഇവിടെ സുഖം, അവിടെയും സുഖമെന്ന് കരുതുന്നു എന്ന് പറയുന്ന വളരെ ബോറിംഗ് ആയിട്ടുള്ള ലൈൻസ്. ഇതാണ് കത്തിൽ. ഇത് മാത്രമേ സാധിക്കൂ ആ കത്തിൽ എഴുതാൻ. ബട്ട് ഹൗ ക്യാൻ ഐ റൈറ്റ് മൈ ലൈഫ് വിതൗട്ട് പോളിറ്റിക്സ് വെൻ ഈച്ച് വേർഡ് പ്ലേസ്ഡ് ഈസ് പാർട്ട് ഓഫ് എൻ ഇക്വേഷൻ?
Here comes the poem's central question. But how can I write my life without politics, when each word placed is part of an equation? During war, there is no neutral language. Each word placed is part of an equation. നമ്മൾ എഴുതുന്ന ഓരോ വാക്കും ഒരു സമവാക്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമാണ്. എന്തൊരു നിസ്സഹായത അല്ലേ? Talk of my income will be translated into an exact amount for blackmail or ransom. Talk of a culture will be interpreted as a covert call to arms. ഇതായിരുന്നു അന്നത്തെ കാലത്ത് ശ്രീലങ്കയിലെ അവസ്ഥ. If you write about Tamil customs, Tamil culture, Tamil festivals, that can be interpreted as what a separatist sympathy, അല്ലെങ്കിൽ ഈ തമിഴ് ടൈഗേഴ്സിനോടുള്ള ഒരു സിമ്പതിയായിട്ട് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കപ്പെടും. I write these words for you, knowing the line of people that stands between us. My cousin who will sit beside you translating, the villagers hoping for news of their families, and the government clerk who will slit open this letter like all the others, checking each word over and over, the most sensitive reader I could ask for. നാട്ടിലെത്തുന്ന ഈ കത്ത് വായിക്കപ്പെടുന്ന സാഹചര്യം കവി മനസ്സിൽ കാണുകയാണ്. She can see the line of people standing between her and the person this letter is addressed to, maybe her parents. അച്ഛനും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ആയിരിക്കാം ഈ കത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ തനിക്കും ആ അച്ഛനും ഇടയിലുള്ള ലൈൻ ഓഫ് പീപ്പിൾ, എത്ര പേരാണ് ഈ കത്തിരുന്ന് വായിക്കുന്നതെന്നുള്ളതാണ്. ഫസ്റ്റ് ഹർ കസിൻ, അവരായിരിക്കും ഒരു പക്ഷേ ഇംഗ്ലീഷിലുള്ള ഈ കത്ത് തർജ്ജമ ചെയ്യുന്നത്, തമിഴിലേക്ക് തർജ്ജമ ചെയ്യുന്നത് എൻ്റെ അച്ഛന് കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ അമ്മയ്ക്ക് കേൾക്കാൻ വേണ്ടി. പിന്നെ തങ്ങളുടെ വിദേശത്തുള്ള തങ്ങളുടെ ബന്ധുക്കളുടെ ക്ഷേമം അറിയാൻ വേണ്ടി ആ കത്ത് കേൾക്കുന്ന ആ നാട്ടുകാർ, അവരും അവിടെ ഉണ്ടാവും. ആൻഡ് ലാസ്റ്റ് ദി ഗവൺമെൻറ് സെർവൻറ്റ് ഓർ ദി ഗവൺമെൻറ് ക്ലാർക്ക്, അദ്ദേഹമാണ് ഏറ്റവും ശ്രദ്ധാപൂർവം ആ വാക്ക് പിന്നെയും പിന്നെയും ഓരോ വാക്കും, കത്തിലെഴുതിയിരിക്കുന്ന ഓരോ വാക്കും സസൂക്ഷ്മം കേൾക്കുന്ന ഒരു പക്ഷേ കവിയുടെ ഏറ്റവും ശ്രദ്ധയുള്ള ശ്രോതാവ്. See how ironical that is. അദ്ദേഹം ഗവൺമെൻറ് ക്ലാർക്ക് ആ കത്ത് സ്ലിറ്റ് ഓപ്പൺ എന്നാണ് പറയുന്നത്, അതിനിങ്ങനെ മുറിക്കുകയാണ്. ഇതിലൊക്കെ ആ സെൻസർഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഈ അധികാരി വർഗത്തിൻ്റെ ആ എന്താണ് ഈ സ്ലിറ്റ് ചെയ്യുന്ന ആയുധത്തിൻ്റെ ഒരു സിംബലും കൂടിയാണ്. സ്ലിറ്റ് ഓപ്പൺ ദാറ്റ് ലെറ്റർ. Millions of people around the world live in diaspora, unable to speak freely because their words can endanger their family members in authoritarian states. Syrian refugees in Europe, Uyghurs in the US, Iranians elsewhere. Each knows the equation Sundarlingam describes. You want to end this episode on a positive note, alle? Well, despite the censors, despite the impossibility of honesty, the letter is sent. There is defiance in that, a refusal to be silenced completely.